ബാബെ എന്നറിയപ്പെടുന്ന രാജു. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊട്ടിയത്താണ് കേട്ടോ. കൊല്ലം കൊട്ടിയത്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നൊരു ആനപ്പാപ്പന്മാരുടെ ഒരു ഏകദിന പരിശീലന ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കോട്ടയം, കൊല്ലം, പത്തനംതിട്ട ഭാഗങ്ങളിലുള്ള, തിരുവനന്തപുരം ഭാഗങ്ങളിലുള്ള എല്ലാ ഒട്ടുമിക്ക ആനപ്പാപ്പന്മാരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നമ്മുടെ ഈ ഹാളിൽ കയറിയിരിക്കുകയാണ് ഓരോരുത്തരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഇഷ്ടപ്പെടുന്ന ആരെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ. ഈ ഇത്തരം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അപ്പുറത്തേക്കായിരിക്കും നമുക്ക് പരിചയമുള്ളവർ. സൊസൈറ്റിയിലായിട്ട് വേറെ വലിയ പരിചയം ഇല്ലാത്ത ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത്ര അടുത്തേക്ക് വരുന്നത് നമ്മൾ പോലും താല്പര്യപ്പെടുത്തില്ല. ഇതിനകത്തൊക്കെ ശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ ഡോക്ടർമാരും ഫോറസ്റ്റ് ഓഫീസർമാരും എല്ലാവരും മാറി മാറി ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ആനകളുടെ രോഗത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സാണിത്. അവരെല്ലാവരും ഓരോരുത്തരും മാറി മാറി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നിർജ്ജലീകരണമാവും. പിന്നെ അതിന്റെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ്, ജലാംശം കുറയും. ഈ ഒരു ആനയുടെ ജലാംശം വീണ്ടും ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50 ലിറ്റർ 60 ലിറ്റർ IV ഫ്ലൂയിഡ് കൊടുക്കണം. 50-60 ലിറ്റർ IV ഫ്ലൂയിഡ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ കിടക്കണം. അത്ര നേരം കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്രയും നിർജ്ജലീകരണം വരുന്ന ഒരു പരുവം വരെ ആക്കരുത്. അതിനു മുമ്പ് തന്നെ ഫ്ലൂയിഡ്സ് കൊടുക്കണം. അതിനുള്ള ശ്രമം നടത്തിയാൽ ഇത് ശരിയാവും. നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റി. ആനകളുടെ രോഗത്തിൻ്റെ പല കാരണങ്ങളും പഠിക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഒരു ആനയെ കൊണ്ടു നടക്കുമ്പോൾ എപ്പോഴും നിയമവും നമുക്ക് ബാധകമാണ്. അപ്പം അതിനുള്ള നിയമവും കാര്യങ്ങളും, എങ്ങനെ ഏത് രീതിയിൽ ആനകളെ കൊണ്ടു നടക്കാം, എന്ത് ചെയ്താൽ അത് കുറ്റകരമാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചു. പിന്നെ പാപ്പന്മാർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം അവർ നമുക്ക് ഒരുക്കി തന്നായിരുന്നു. അങ്ങനെ കുറച്ച് പാപ്പന്മാരൊക്കെ എഴുന്നേറ്റ് സംസാരിച്ചു. അത് ശരിക്കും നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. എന്ത് തോന്നുന്നു? ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിയൊരു വീഡിയോ തട്ടിക്കൂട്ടി എടുത്താണ് കേട്ടോ. നമ്മുടെ തെക്കോട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആനകളുടെയും പാപ്പന്മാർ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ്സൊക്കെ കേട്ട്. മാറുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിന്. അപ്പോൾ നമ്മുടെ ഇതൊരു 3 മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഏതായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാ പാപ്പന്മാർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.